രണ്ട് സന്തോഷം പറഞ്ഞു പോരെ. എന്താ ആകാംക്ഷ നേരത്തെ അനൗൺസ് ചെയ്തതല്ലേ? എന്താ ആകാംക്ഷ? വാങ്ങുന്ന ഞാൻ പോകുന്ന കണ്ടതല്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അത് പിന്നെ പ്രധാനമന്ത്രി അടുത്ത് കണ്ടപ്പോൾ നമ്മൾ കാണാൻ വരുമ്പോൾ കണ്ടു. ഞങ്ങൾ നേരെ ചെന്നൈയിൽ. ആ പടം. ഓ ആ അത് ചോദിക്കാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നു. അത് നടക്കട്ടെ, എനിക്ക് തീരുമാനം ആവശ്യമുള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, എല്ലാം കാത്തിരുന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ലല്ലോ. ശരിയാവണമല്ലോ, ശരിയായിക്കോ. ചെറിയ കാര്യങ്ങളല്ലേ. മാപ്രകളെ, നിങ്ങൾ 2 അടിയല്ല 5 അടി മാറി നിൽക്കേണ്ടി വരും. ഇത് മുതൽ വേറെയാണ്. അങ്ങേരെ അടുത്ത് ചൊറിയാൻ നിൽക്കണ്ട. ചൊറിഞ്ഞ് നിങ്ങൾ ഇതാക്കി തരും. എന്താ പറഞ്ഞാലേ, ഊക്കാൻ നിന്നാലേ തിരിച്ച് ഊക്കി അന്നനാളത്തിലൂടെ ആമാശയത്തിലൂടെ കയറുത് മെഗാസ്റ്റാർ മമ്മൂക്കി. അങ്ങേരെ അടുത്തൊന്നും നിങ്ങൾ ഈ കൊണച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. വല്ല മോഹൻലാലിൻ്റെ അടുത്തോ ദിലീപിൻ്റെ അടുത്തോ പോയി ചോദിക്കും. അവന്മാർ പിന്നെ മിണ്ടാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ അടുത്തോ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ദാസനോ തൊപ്പിയോ ഇവന്മാരുടെ അടുത്തൊക്കെ പോയി കൊണക്കി. അല്ലാതെ നിങ്ങളെ ഈ കൊണച്ച ചോദ്യം ഈ മമ്മൂക്കേൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. വല്ലാത്ത ജാതികൾ തന്നെ. അവന്മാർക്ക് വലിയ മയക്കും കോപ്പും പിടിച്ചിട്ട് ഇതാവുണ്ടോ? അങ്ങനത്തെ ഓരോ ജാതികൾ. സലീംകുമാറിൻ്റെ മകൻ പറഞ്ഞ ശരിയാണ്. വെറ്റകളൊന്നും അടിപ്പിക്കരുത്, ഒറ്റ ചോദ്യം പോലും ചോദിപ്പിക്കരുത്, തിരിച്ചിളക്കി വിടണം. അമ്മക്ക് ചോദ്യം ചോദിക്കുന്ന നീലക്കുയിലൊരു വാണം. അങ്ങനത്തെ കുറേ ടീമുകളുണ്ട്. ഇവറ്റകളെ കാണുമ്പോൾ തന്നെ എന്താണെന്നോ മാറുന്ന ഒറ്റ തുപ്പ് തുപ്പിയിട്ട് അങ്ങോട്ട് പോകണം. ശരിക്കും മെഗാസ്റ്റാർ അങ്ങനെ ചെയ്ത് അയാളെ മാന്യത. ഞാനൊക്കെയാണ് മെഗാസ്റ്റാറിൻ്റെ നടത്തും 2 മുഖത്ത് തുപ്പിയിട്ടെങ്കിലും പോയേന്. വേറെ ഒന്നും പറയല്ല. ഇത് പൊളിച്ച് മമ്മൂക്കേൻ്റെ ഊക്കി പൊളിച്ച് ഇവർക്ക് വേറെ ഒന്നും പറയല്ല.